Hey guys, wait here, just a minute. Hey guys, this is Alam to Creations. അപ്പോൾ നമ്മൾ DLS-25 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് ജസ്റ്റ് അതിൻ്റെ കരിയർ മാച്ച് ഒരു ഗെയിം കളിച്ച് നോക്കാം. അപ്പം ഗെയിം പ്ലേ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒട്ടും വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെ ഫുള്ള് പ്ലെയേഴ്സിൻ്റെ ആയാലും ഗെയിമിൻ്റെ ആയാലും ഒരു പെർഫോമൻസും അതുപോലെ ഇൻ്റർഫേസും വളരെയധികം മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഗെയിം പ്ലേയിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ തന്നെ നമുക്ക് എത്ര കരിയർ മാച്ചിൽ വിജയിക്കുന്നോ അതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്ക് സ്പെഷ്യൽ അവാർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു സെറ്റ് പീസ് സിറ്റുവേഷനിലേക്ക് നമുക്ക് ഹൈലൈറ്റ് കാണാൻ നേരത്ത് നമുക്ക് ഒരു പ്രൊഫഷണൽ ലീഗിൽ നമ്മളൊരു മാച്ച് കാണാൻ നേരത്തെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് സ്പെസിഫിക് പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ കാണാൻ പറ്റില്ലേ, അതുപോലെ ഇതിലിപ്പോൾ ഓരോ പ്ലെയേഴ്സിൻ്റെയും സ്പെസിഫിക് പൊസിഷനും നമുക്ക് വേണ്ട രീതിയിൽ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്ത് നമുക്ക് കാണാനൊക്കെ കഴിയുന്നതാണ്. അതുപോലെ ഒരു വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ നമുക്ക് DLS-25 കാണാൻ കഴിയുന്നത്. ഗായ്സ്, നമ്മളങ്ങനെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിൽ പല കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഇവൻ്റ് ആയിട്ട് നമുക്ക് സ്പെഷ്യൽ പ്ലെയേഴ്സിനെ കിട്ടും. അതിനൊരു ഇത്ര കോയിൻ നമ്മൾ DLS-ൽ ഓരോ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് പോയിൻ്റ് DP പോയിൻ്റ് എന്ന് പറയും. ആ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ആ ഒരു പോയിൻ്റ് കിട്ടുന്ന അടിസ്ഥാനത്തിൽ അതിലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഫസ്റ്റ് 8000 കോയിനാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു സ്പെഷ്യൽ ഇവൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പ്ലെയേഴ്സിനെയൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ ഇതിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമായിരുന്നു, നമുക്ക് എന്താണ് സ്കോഡ് സൈസ് വളരെ കുറവായിരുന്നു DLS-ൽ. അതും ഇപ്പോൾ വളരെയധികമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മുമ്പൊക്കെ കളിക്കുമ്പോൾ ഒരു ചെറിയൊരു ബഗ്ഗൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ DLS-25 എല്ലാം കൊണ്ടും എന്ന് പറയാക്കൂല, എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങളും സക്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ലാസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്തിനാ പറയുന്നില്ലേ, നമുക്ക് ഗെയിമിലോട്ട് പോകാം. നമുക്കൊരു ചിപ്പിംഗ് ബോൾ കൊടുക്കാം. ഓ മൈ ഗോഡ്, നമുക്ക് കിട്ടിയ ഒപ്പോണന്റ് വീക്ക് ഒപ്പോണന്റ്. പക്ഷെ നമ്മൾ ഗോൾ അടിക്കുന്നില്ല, അത് വേറെ കാര്യം. നമുക്ക് സെക്കൻഡ് ഹാഫിൽ ടീം മൊത്തത്തിൽ ഒന്ന് റീബിൽഡ് ചെയ്യാം. പിന്നെ എനിക്ക് ഈ ഒരു DLS-ൽ പണ്ടൊട്ട് ഞാൻ മുമ്പത്തെ ഒരു വർഷം കുറച്ചൊക്കെ ഇടയ്ക്ക് കളിച്ചിട്ടുണ്ട്. അന്നൊക്കെ കളിച്ചപ്പോൾ ഞാൻ ഗോൾ കീപ്പറിനെ മാറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗോളും നടക്കുന്നത് അല്ലേ. നമുക്ക് എന്തിനാണ്, നമുക്ക് അറ്റാക്കും ഒരു സെറ്റ് ഡിഫൻസും ഉണ്ടെങ്കിൽ ഏത് കടവണ്ടായാലും അതിൽ പൊട്ടിക്കാം. അത് ഞാൻ എടുക്കും. ഗോളായാൽ ഞാൻ ഒരു സംഭവം കളിച്ചതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു നമുക്ക് ജസ്റ്റ് റീപ്ലേ എടുത്തിട്ട് താണ്ടേ നമുക്ക് ഓരോ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാൻ കഴിയും. എന്താണ് ഇതുപോലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അപ്ഡേറ്റ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ആഡ് കയറി വരും. എനിക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ ഇഷ്ടമല്ലാത്ത ഈ ഒരു ആഡ് തന്നെയാണ്. തൊല്ലയാണല്ലേ ആഡ്. നോക്കാം. ഈ ആഡ് വളരെയധികം മോശമായ അനുഭവമാണ് നമുക്ക്. മാച്ചാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏതാനും പ്ലെയർ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ മാച്ച് റേറ്റിംഗും കാണാൻ കഴിയും. എത്ര ഗോൾ അടിച്ചു, അവർ എത്ര അസിസ്റ്റ് കൊടുത്തു എന്നുള്ളത് കാണിക്കാം. പിന്നെ നമ്മുടെ പാസിംഗ് ആക്യുറസി എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ നിലവിൽ 4-4-2 ആണ് കളിക്കുന്നത്. ഞാൻ കുറച്ച് പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ ഇതിൻ്റെ ആവശ്യമില്ല.
അതുപോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സിൻ്റെ മുമ്പ് ഇതിൽ DLSൽ 4 പ്ലെയേഴ്സ് എന്തോ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അതും അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 5ഓളം പ്ലെയേഴ്സിന് നമുക്ക് ഇറക്കി കളിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. പിന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഈ ഒരു ഗെയിം എടുത്ത ടൈമിലേ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കണമല്ലേ, അങ്ങനെ ഞാൻ ഒരു കരിയർ മാച്ച് കുറച്ച് കളിച്ചു നോക്കിയായിരുന്നു. കരിയർ മാച്ചും അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. DLS 24-23 വെർഷനിലേക്ക് പോലെ ഭയങ്കരമായിട്ടൊരു ബഗ് ഫീലുണ്ടായിരുന്നു. ബഗ് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ കളിക്കാൻ നേരത്ത് ഒരു നമ്മളെക്കാളും ടോപ്പ് ടീമോ അല്ലെങ്കിൽ ലോവർ ടീമാണെങ്കിൽ പോലും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ബഗ് കാര്യം വന്നിട്ട് നമുക്കിപ്പോൾ എത്ര ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ചില ടൈമിൽ മൊബൈൽ ഡേറ്റ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബഗ് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ബഗ്ഗും കുറച്ച് ഫീലായി. ഗായ്സ് മറ്റേ ടീം മാസായി കയറി വരുന്നുണ്ട്. നമുക്ക് അറ്റാക്കിൽ കുറച്ച് പ്ലെയേഴ്സിനെ മാറ്റാം. നിങ്ങൾക്ക് ആരും ഇറങ്ങണം ഗായ്സ് പറയൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെക്കനെ ഇറക്കി വിടാം. എന്തായാലും ലീഡില്ലേ, ഉള്ള ലീഡ് കളയാതെ നമ്മൾ 2ഓളം പ്ലെയേഴ്സിനെ മാറ്റി കുറച്ച് ഡിഫെൻസീവ് എബിലിറ്റി നോക്കിയതാണ് ഞാൻ ഒരു DMലേക്ക്. പക്ഷേ നന്നായിട്ട് ശരിയില്ല. പൊട്ടി ഡിഫൻസ് കിട്ടി. ഇതാണ് മോനെ കാര്യം. മറ്റേ GK ഉണ്ടാ ഇത്ര ഇറങ്ങി കളിക്കുന്നത്. മിസ് പാസ്. നമുക്കവിടെ ഒരു സ്പീഡ് വിന്നർ വേണമായിരുന്നു. അത് വിളിച്ച് എനിക്കതിന് ഇഷ്ടമായി. നമ്മൾ സബ് ചെയ്ത പ്ലെയർ കണ്ടില്ല. അപ്പോൾ അതാണ്ടേ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് കണ്ട, ഞാൻ പറഞ്ഞ ഈ ഒരു കോയിനാണ് DP 115. പിന്നെ നേരത്തെ പറഞ്ഞ സംഭവം താണ്ട് ഈ ഒരു അപ്ഡേറ്റ് അതുകൊണ്ട് ഈ ഇത്രയും പ്ലെയേഴ്സിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു മൈൽ സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം.